Volkswagen Tiguan GT Plus Sport Edition. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ എഡിഷനാണ്. ഫ്രണ്ടിൽ വരുവാണെങ്കിൽ LED ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്, പ്രൊജക്ടേഴ്സ് ആണ് വരുന്നത്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് വരുന്നത്, DRLs ഇവിടെയാണ് വരുന്നത്, പിന്നെ ഹാലോജൻ ഫോഗ് ലാമ്പ്സ് വരുന്നുണ്ട്, പിന്നെ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് ആണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ക്രോം എലമെൻറ്റ്സ് ആണ് വരുന്നത്, പക്ഷേ ഈ എഡിഷനിൽ ഗ്ലോസി ബ്ലാക്ക് ആണ് വരുന്നത്. പിന്നെ ഗ്രില്ലിലും ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ Volkswagen ലോഗോ ക്രോമിൽ തന്നെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ GT സ്പോർട്ട് എഡിഷൻ ആയതുകൊണ്ട് GTയുടെ ബാഡ്ജ് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് വരുവാണെങ്കിൽ 17-inch അലോയ് വീൽസ് ആണ് വരുന്നത്, 205 55 R17 ആണ് വരുന്നത്, ബ്ലാക്ക് ഡോട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്, പിന്നെ റെഡ് കാലിപ്പേഴ്സ് ആണ് വരുന്നത്. ഇത് ടോപ്പ് ലൈൻ്റെ അലോയ്സ് ആണ്, GTയുടെ അല്ല ആക്ച്വലി, പക്ഷേ ഈ അലോയ് വീൽസ് ആണ് എനിക്ക് കൂടുതലും ഇഷ്ടം. പിന്നെ ഫെൻഡേഴ്സിനകത്ത് GTയുടെ ബാഡ്ജ് വന്നിട്ടുണ്ട്. പിന്നെ ORMs വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഓട്ടോ ഫോൾഡിങ് ORMs ആണ്. പിന്നെ ഡോർ ഹാൻഡിൽസ് വരുവാണെങ്കിൽ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഡീക്രോംഡ് ആണ്. പിന്നെ ഒരു റിക്വസ്റ്റ് സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂഫിലോട്ട് വരുവാണെങ്കിൽ സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, സ്പോയിലറല്ല റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റീന കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൺ റൂഫും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. അകത്തോട്ടൊന്ന് കയറാം, ബാക്കിലെ സീറ്റൊന്ന് നോക്കാം. ഡോർ പാഡിങ് ആണ്, ലെതർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് സ്റ്റിച്ചിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റും റെഡ് കളേർഡാണ്, റെഡ് കളർ സ്റ്റിച്ചിങ് ആണ്, ബ്ലാക്ക് സീറ്റ്സ് ആണ്. പിന്നെ ഐസോഫിക്സ് മൗണ്ട് ഉണ്ട്. പിന്നെ 3-pointed സീറ്റ് ബെൽറ്റ്സ് ആണ്, ഓൾ പാസഞ്ചേഴ്സ് ഗെറ്റ് 3-pointed സീറ്റ് ബെൽറ്റ്സ്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. പിന്നെ 60-40 സ്പ്ലിറ്റും വരുന്നുണ്ട്. നമുക്ക് ഇതിൽ കൂടെ ബൂട്ട് ആക്സസ് ചെയ്യാം. അകത്തോട്ട് കയറുകയാണെങ്കിൽ ഇവിടെ ഒരു മാഗ്സിൻ ഹോൾഡർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു AC വെൻസ് ഉണ്ട്, ടൈപ്പ് C പോർട്ടുണ്ട്. ഇവിടെയും മാഗ്സിൻ ഹോൾഡർ ഉണ്ട്. പിന്നെ ഇതാണ് ഇൻറ്റീരിയർ, സ്റ്റിയറിംഗ് വീലാണ്, നമുക്കത് പിന്നീട് കാണാം. പിന്നെ ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ റൂഫ് ലൈനിങ് ഉണ്ട്, ഫുള്ളും ബ്ലാക്ക് ആണ്. പിന്നെ ഇവിടെ LED ആണ് വരുന്നത്, ഐ തിങ്ക് LED റീഡിങ് ലാമ്പ്സ് ആണ് വരുന്നത്. ഇനി ഡോറൊന്ന് അടച്ചു നോക്കാം. ഓക്കെ, ഡോർ അടച്ചിട്ട് ആക്ച്വലി നല്ലൊരു ഫീലുണ്ട്. ബാക്കിലോട്ട് വരുവാണെങ്കിൽ കണക്റ്റിംഗ് ടൈൽ ലാമ്പ്സ് ആണ് വരുന്നത്. കണക്റ്റിംഗ് ടൈൽ ലാമ്പ്സ് അല്ല Volkswagen പറയുന്നത്, ഇൻഫിനിറ്റി ടൈൽ ലാമ്പ്സ് ആണ് വരുന്നത്. പിന്നെ LED ആണ്, ഫുൾ സെറ്റപ്പ് LED. ഐ തിങ്ക് ഇൻഡിക്കേറ്റേഴ്സ് ഹാലോജൻസ് ആണെന്ന് തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു ക്യാമറ വന്നിട്ടുണ്ട്. പിന്നെ LED ലൈറ്റ്സ് ആണ്, ഈ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ്സ് എല്ലാം LED ആണ് വരുന്നത്. പിന്നെ ടൈഗറിൻ്റെ ബാഡ്ജ് ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ GTയുടെ ബാഡ്ജ് ഈ എഡിഷൻ ആയതുകൊണ്ട് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ളും ക്രോം എലമെൻറ്റ്സ് ആണ് വരുന്നത്, പക്ഷേ ഡീക്രോംഡ് അല്ല, ഒരു ബ്ലാക്ക് ഡോട്ട് ലേഔട്ടിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ റിഫ്ലക്റ്റേഴ്സും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ വൈപ്പേഴ്സ് വരുന്നുണ്ട്, ഡീഫോക്കസും വരുന്നുണ്ട്. പിന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് സ്പോയിലറിൽ തന്നെ കൊടുത്തിരിക്കുന്നത്, ഒരു റൂഫ് സ്പോയിലറിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ബൂട്ടൊന്ന് നോക്കാം. അറൗണ്ട് 385 ലിറ്റേഴ്സിൻ്റെ ബൂട്ടാണ് വരുന്നത്. പിന്നെ ഇതുണ്ട്, പാർസൽ ട്രേ ഉണ്ട്. നമുക്കിതിൻ്റെ സ്പെയർ വീലിൽ തന്നെ സബ് വൂഫറും വരുന്നുണ്ട്. സ്പെയർ വീൽ ഐ തിങ്ക് 16 inches ആണ്, 16 inches വീലാണ് വരുന്നത്. ആക്ച്വലി ഇത് നമുക്ക് ഹുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, നമ്മളുടെ ബാഗ്സ് ഒക്കെ തൂക്കാൻ വേണ്ടി. 3 kgs കൊടുത്തേക്കുന്നത്. നമുക്ക് ഇനി ബൂട്ടൊന്ന് അടച്ചു വെക്കാം. ബൂട്ട് അടയ്ക്കാൻ ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് വെച്ച് പാടാണ് അടയ്ക്കാൻ. നമുക്ക് അടച്ചിട്ടില്ല, പ്രോപ്പറായിട്ട് അടഞ്ഞില്ല. നമുക്കിനി അകത്തോട്ടൊന്ന് അറിയാം. അകത്തോട്ട് വരുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പവർ സീറ്റ്സ് ആണ് വരുന്നത്, പവർ അഡ്ജസ്റ്റിംഗ് സീറ്റ്സ് ആണ് വരുന്നത്, 6 way അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ അലുമിനിയം പെഡൽസ് ആണ് വരുന്നത്. പിന്നെ ടൈഗറിൻ്റെ സ്കഫ് പ്ലേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെതർ ഫിനിഷിംഗ് ഡോർ പാഡ്സിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിൻഡോ കൺട്രോൾസ്, ഓർമിംഗ് കൺട്രോൾസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അകത്തോട്ടൊന്ന് കയറി നോക്കാം. അകത്തോട്ട് കയറി ഡോർ അടയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് ആണ്. ഈ ഡാഷ്ബോർഡ് ഫുള്ളും ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് ആണ്. ഇവിടെ ചെറിയൊരു ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ ആണെങ്കിൽ 10 inch യൂണിറ്റ് ആണ് വരുന്നത്. പിന്നെ ക്ലസ്റ്റർ ആണെങ്കിലും ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരുന്നത്, 10 inch ആണ്. പിന്നെ സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്ഡ് ആണ്. പിന്നെ റെഡ് സ്റ്റിച്ചിങ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐ തിങ്ക് ദിസ് ഇസ് ദി മീഡിയ കൺട്രോൾസ്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ Volkswagenലെ ലോഗോ 2D ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ബാഗ്സിൻ്റെ കാര്യം പറയാൻ 6 എയർ ബാഗ്സ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്, ഓട്ടോ ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. പിന്നെ വൈപ്പേഴ്സും ഓട്ടോ വൈപ്പേഴ്സ് ആണ് വരുന്നത്. പിന്നെ സെൻട്രൽ കൺസോൾ പോകുകയാണെങ്കിൽ 10 inch ഇൻഫോർടൈൻമെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ കണക്റ്റഡ് കാർ ടെക് എല്ലാം ഉണ്ട് ഈ വേരിയൻറ്റിനകത്ത്. ഐ തിങ്ക് എല്ലാ വേരിയൻറ്റിലും ആ ഫീച്ചേഴ്സ് എല്ലാം മാൻഡറ്ററി ആണെന്ന് തോന്നുന്നു. പിന്നെ സീറ്റ് വെൻറ്റിലേഷൻ്റെ ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ AC കൊടുത്തിട്ടുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ വയർലെസ് ചാർജർ ഉണ്ട്, ടൈപ്പ് C ചാർജിങ് പോർട്ട്സ് ഉണ്ട്. ഇതാണ് 7 speed DSGയുടെ ഗിയർ നോബ്. ഐ തിങ്ക് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ. പിന്നെ ഡ്രൈവ് സ്പോർട്ടിലാണെങ്കിൽ ട്രിപ്ട്രോണിക് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ പാഡൽ ഷിഫ്റ്റേഴ്സും ഉണ്ട്. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 12 volt സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആംറസ്റ്റിൻ്റെ താഴെ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു. പിന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്, കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കീ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് വരുന്നത്.
പിന്നെ IRVM വരുവാണെങ്കിൽ ഡേ നൈറ്റ് IRVMs ഓട്ടോമാറ്റിക്കാണ്. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്. ഇപ്പോൾ വണ്ടി ഓഫാണ്, കീ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ബ്ലൈൻഡ്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സൺറൂഫ് നോർമൽ സൺറൂഫാണ് വരുന്നത്. 3 റൂഫൊന്നും വേണമെങ്കിൽ പറയാം. പിന്നെ LED റീഡിംഗ് ലാംപ്സ് ആണ് വരുന്നത്. പിന്നെ സൺവൈസർ, ഐ തിങ്ക് സൺവൈസർ എന്ന് പറയുന്നത് നോർമലാണ്. ഇവിടെ മിറർ വരുന്നുണ്ട്. ഐ തിങ്ക് ഇവിടെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതാണ് ഫോക്സ്വാഗൻ ടൈഗൺ GT പ്ലസ് സ്പോർട്ടിൻ്റെ ഇൻറ്റീരിയർ. പിന്നെ സീറ്റ്സിൻ്റെ കാര്യം പറയുന്നത് ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ GT ബാഡ്ജിങ് ഒരു റെഡ് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് സീറ്റിനകത്ത്. മീൻസ് സ്റ്റിച്ചിങ് ആണ്. ഓവറോൾ ആക്ച്വലി കാണാൻ നല്ല രസമുണ്ട്. ഒരു ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ്. നമുക്ക് ഇനി പുറത്തിറങ്ങാം. അപ്പം ഫോക്സ്വാഗൻ ടൈഗണിൻ്റെ GT പ്ലസ് സ്പോർട്ടിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. റിവ്യൂ അല്ല, ഒരു വോക്ക് അറൗണ്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസിനായി, പിന്നെ അല്ലാത്ത വണ്ടിയുടെ ഡീറ്റെയിൽസിനായി കോൺടാക്ട് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിലും പിന്നെ ഡിസ്ക്രിപ്ഷനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ബൈ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. To be a better me, I don't think that my head's on straight. Gotta flip it and grip it and go and get an X.